ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്നൊരു ചാപ്റ്ററാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നത്. ഈ ഒരു ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ എക്കണോമി അല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് അതായത് ഗ്രാമഫോൺ റിപ്ലേസ് ചെയ്ത് റേഡിയോ ആയി, റേഡിയോസിനെ റിപ്ലേസ് ചെയ്തിട്ട് ടെലിവിഷൻസ് ആയി, അതുപോലെ തന്നെ ടെലിവിഷനും ടൈപ്പ്റൈറ്ററൊക്കെ റിപ്ലേസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഇ മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റിംഗ് വേൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫാസ്റ്റ് ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഷോപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതും അതൊക്കെ അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേസിലൂടെയൊക്കെ അവരെന്ത് ചെയ്യും, ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാനും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇ കൊമേഴ്സ്. ഈ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, TV ആൻഡ് ഡിജിറ്റൽ മീഡിയം, email, web and wireless media and so on. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വെബ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സിൻ്റെ ഒരു പാർട്ടാണ്. മാർക്കറ്റിംഗ് ചെയ്യുകയാണ്, ഇലക്ട്രോണിക് ഡിവൈസസിലൂടെ മാർക്കറ്റിംഗ് നടത്തുകയാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, TV, ഡിജിറ്റൽ മീഡിയം ആയിട്ടുള്ള ഇമെയിൽ, വെബ്, വയർലെസ്സും മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് എ പ്രോഡക്റ്റ് സർവീസസ് യൂസിങ് ഇൻ്റർനെറ്റ്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ എന്താണ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാത്രമല്ല ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇവിടെ ഇമെയിൽ വഴി, വയർലെസ് വഴി, ഇൻ്റർനെറ്റിലൂടെ മാത്രമല്ല ഇമെയിൽ വഴി, വയർലെസ് മീഡിയ വഴിയൊക്കെ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഇനി ഈ മാർക്കറ്റിംഗ് കുറച്ച് നേച്ചറാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് സച്ച് ആസ് ഇൻ്റർനെറ്റ്, ഇമെയിൽ, ടെലിവിഷൻ. ഇവിടെ ഇലക്ട്രോണിക് മീഡിയമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അവരെങ്ങനെയാണ് ഒരു പ്രൊഡക്ട്സ് വാങ്ങുന്നത്, അവരുടെ നീഡ്സ്, ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ മാർക്കറ്റിങ്ങിലൂടെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, വൈറൽ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്. ഈ ഒരു മാർക്കറ്റിങ്ങിൽ ഇത്രയും മാർക്കറ്റിംഗ് ഇൻക്ലൂഡാണ് ഈ മാർക്കറ്റിങ്ങിൽ. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗ്, അതുപോലെ സെർച്ച് എഞ്ചിൻസ് ആയിട്ടുള്ള ഗൂഗിൾ, യാഹൂ, അങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതുവഴിയുള്ള മാർക്കറ്റിംഗ്, വൈറൽ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെ ഈ മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കീപ്പിംഗ് ക്ലോസ് ടു കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ക്ലോസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ ഓൺലൈൻ ആക്ടിവിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസും ഉണ്ട്. മാർക്കറ്റിനനുസരിച്ചിട്ട് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് വൺ, എക്സ്റ്റൻഷൻ ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അതായത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ പുതുതായിട്ട് വന്നൊരു എക്സ്റ്റൻഷനാണ് എന്ത്, ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് സാധനങ്ങൾ എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും, ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഹൈലി ഇൻട്രാക്റ്റീവ് ഇൻ നേച്ചർ. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രാക്ഷൻ, നമ്മുടെ ഫീഡ്ബാക്കൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ലെസ്. ഇവിടെ ഇല്ല, നമുക്ക് വാങ്ങാനുള്ള സാധനം പോയി മേടിക്കാനുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് എന്താണ്, കുറവാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇ മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് ടൈപ്സ് ഓഫ് ഇ മാർക്കറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ, ടെലികോം മാർക്കറ്റിംഗ്. ടെലികോം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഇന്നോവേഷൻസിലൂടെ, അതായത് പഴയ കാലത്ത് എന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്,
ടെലികോം ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് റെവല്യൂഷൻ കൊണ്ടുവന്നിട്ട് അവർക്ക് ടെലികോം വഴി മാർക്കറ്റിംഗ് നടത്തുക. ലാർജ് നമ്പർ ഓഫ് കമ്പനീസും ഈ ഒരു ടെക്നോളജി ഇന്ന് അവരുടെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ടെലികോം മാർക്കറ്റിംഗ്. പിന്നെ വരുന്നതാണ് DVD ആൻഡ് CD അഡ്വർടൈസ്മെൻറ്റ്. പഴയ കാലത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ബ്രോഷേഴ്സും കാറ്റലോഗ്സൊക്കെയാണ് അവിടെ പ്രിൻസും കമ്പനീസൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതെന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഈ DVD അതുപോലെ CD അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് കേബിൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കേബിൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടി വിയിലുള്ള കേബിൾ, അതൊക്കെ ഓരോരോ കമ്പനീസിൻ്റെ മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് ഡിഷ് TV, ടാറ്റ സ്കൈ, സൺ ഡയറക്റ്റ്, വീഡിയോകോൺ, അതൊക്കെ എന്താണ് മാർക്കറ്റിംഗ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ഇന്ത്യയിൽ. നെക്സ്റ്റ് വരുന്നതാണ് ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ. ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. അതായത് ആ റീറ്റെയിൽ സ്റ്റോഴ്സ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കയോസ്ക് ഓർ ATM. ATM നമുക്കൊക്കെ അറിയാം, എനി ടൈം മണി. അപ്പോൾ ഈ ഒരു ATM അല്ലെങ്കിൽ കയോസ്ക് എന്ന് പറയുന്നത് ആ ഒരു ഈ ബാങ്കിങ് സെക്ടറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ബാങ്കിങ് സെക്ടറിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമുക്ക് ബാങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ബാലൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് IPTV, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ടെലിവിഷൻ സർവീസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ഓവർ എ പോക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. അത് എന്തിൽ കൊടുക്കുന്നുണ്ട്? ഇൻ്റർനെറ്റ് ടെലിവിഷനിലും ഇൻ്റർനെറ്റ് അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് കേബിൾ TV അതുപോലെ DTHൻ്റെ ഒക്കെ എക്സ്പാൻഷൻ ചെയ്തതോടുകൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ചാനൽസിൽ പുതിയ പുതിയ പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. പിന്നെ വരുന്നതാണ് FM റേഡിയോ മാർക്കറ്റിംഗ്. FM റേഡിയോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് റേഡിയോ വഴിയായിരിക്കും എന്ത് മാർക്കറ്റിംഗ് നടത്തുന്നത്. അത് റേഡിയോ വഴി ഒരുപാട് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റേഡിയോ ലിസൺ ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരിൽ എത്തിക്കുക. ഇന്നത്തെ കാലത്ത് റേഡിയോ ഒന്നും കേൾക്കുന്ന ആളുകൾ കുറവായിരിക്കും. പക്ഷേ റേഡിയോ ആ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് മോഡേൺ മാർക്കറ്റിംഗ് കടക്കുന്ന സമയത്ത് അതിൻ്റെ ലിസണേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. പിന്നെ വരുന്നതാണ് ഇൻ ഗെയിം അഡ്വർടൈസിങ്. ഇൻ ഗെയിം അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ യങ് ജനറേഷനൊക്കെ എന്താണ് വീഡിയോ ഗെയിമിൽ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതലായിട്ട് അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻ ഗെയിം അഡ്വർടൈസ്, അതായത് ഗെയിമിൻ്റെ ഇടയിലൊക്കെ ഓരോ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതും എന്താണ് ഈ മാർക്കറ്റിങ്ങിൽ ഭാഗമായിട്ട് വരുന്ന ടൈപ്സുകളാണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഈ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഈ മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിങ്ങിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ, റീച്ച്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പുതിയ അവന്യൂസ്, സ്മോൾ ബിസിനസ്സിനൊക്കെ അവരെന്താണ് കസ്റ്റമേഴ്സിന് പുതിയൊരു സാധ്യത തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക്, മില്യൺസ് ഓഫ് പീപ്പിൾക്ക് ഈ മാർക്കറ്റിംഗ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് അവിടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ അവർക്ക് നന്നായിട്ട് പ്രൊഡക്ട്സുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ഈ മാർക്കറ്ററിന് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഒരുപാട് ഒരുപാട് വഴികളിലൂടെ കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രാക്ടിവിറ്റി. അതായത് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ പോലെ തന്നെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ, ഒരു ഇൻട്രാക്ടിവിറ്റി കൊണ്ടുവരാൻ ഫീഡ്ബാക്ക് സിസ്റ്റമൊക്കെ വഴി ഒരു ഇൻട്രാക്ടിവിറ്റി ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്മീഡിയസി. അതായത് ബിസിനസ്സൊക്കെ പെട്ടെന്ന്, അതായത് 24 hours ആണ് ഒരു ദിവസത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ ബിസിനസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡെമോഗ്രാഫിക് ആൻഡ് ടാർഗറ്റിംഗ്. ഇവിടെ എന്ന് പറയുന്നത്
മോസ്റ്റ് എഫക്റ്റീവ് ബിക്കോസ് മെസ്സേജസ് ആർ റെപ്രസെൻറ്റഡ് ഡയറക്ട്ലി ടു ദി ഓഡിയൻസ്. അതായത് ഡയറക്റ്റ്ലി ഇവരെന്ത് ചെയ്യാണ്, ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റേഴ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റും കുറവായിരിക്കും. അതായത് ഇവിടെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് മെയിൻ്റനൻസ് ചാർജും റിപ്പയറും ഓപ്പറേഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റും ഇവിടെ കുറവായിരിക്കും. പിന്നെ അതർ ബെനിഫിറ്റ്സിൽ വരികയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്നുണ്ട് ഈ മാർക്കറ്റിംഗ് മൂലം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. ഈ ഒരു ഇമ്പോർട്ടൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ആയിട്ട്. അതായത് സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഏറ്റവും ആളുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് ആക്സസ് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്. അതുപോലെ ഗുഡ്സും സർവീസസും ഒക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻസും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്യുറസി കൊണ്ടുവരുന്നുണ്ട്. ഇൻഷുവേഴ്സ് അക്യുറസി ഓഫ് ഇൻഫോർമേഷൻ, അതായത് കൃത്യത കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാൻ പറ്റും, ഏത് സമയത്തും ഏത് സ്ഥലത്ത് നിന്നും ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് മാർക്കറ്റർ ക്യാൻ ടോക്ക് വിത്ത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റേഴ്സിന് ടോക്ക് ചെയ്യാനും പറ്റും. ഇനി ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ഈ മാർക്കറ്റിങ്ങിന്. ഫസ്റ്റ് വരികയാണെങ്കിൽ ദർ ഈസ് ദി പ്രോബ്ലം ഓഫ് മെയിൻറ്റെയിനിങ് സെക്യൂരിറ്റി. അതായത് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഈ മാർക്കറ്റിംഗ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹാക്കിംഗ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ദർ ഈസ് ദി പ്രോബ്ലം ഓഫ് മെയിൻറ്റെയിനിങ് റിലയബിലിറ്റി. അതായത് അവിടെ എന്ത് കിട്ടുന്നില്ല, റിലയബിൾ ആണോ അല്ലയോ എന്ന് ഈ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതും എന്താണ്, ഒരു പ്രോബ്ലമാണ്. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊഡക്ട്സുകളാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അത് റിലയബിൾ ആണോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റീമാർക്കറ്റിങ്ങിലൂടെ പറ്റുന്നില്ല. അതായത് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്കൊരു വിശ്വാസം വേണം. അപ്പോൾ ആ വിശ്വാസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ സ്റ്റാഫ്. അതായത് എപ്പോഴും അവിടെ സ്കില്ലായിട്ടുള്ള ലേബർ സ്റ്റാഫുകൾ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് വരിക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് വൺ, സെറ്റപ്പ് ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആർ ഹൈ. സെറ്റപ്പ് ചെയ്യാനോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഇങ്ങനൊരു ഈ മാർക്കറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് കോസ്റ്റ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, സംടൈംസ് ഇൻഫർമേഷൻ ഈസ് മിസ്ലീഡിങ്. ചില സമയങ്ങളിൽ ഇൻഫർമേഷൻ എന്താണ്, മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് വൺ, ദർ ഈസ് ലെസ് ഓർ നെഗ്ലിജിബിൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതായത് സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ഈ മാർക്കറ്റിങ്ങിൽ വരുന്നത്. ഇനി ഈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഈ മാർക്കറ്റിംഗ് തമ്മിലുള്ള മെയിനായിട്ട് വരുന്ന ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ത്രൂ ട്രഡീഷണൽ ഡിവൈസസ്. അതായത് ട്രഡീഷണൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ വരിക. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസസ് വഴി, അതായത് ഇമെയിൽ, ഇൻ്റർനെറ്റ്, വെബ്, TV ആ വഴിയൊക്കെ ഉള്ളതാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറും തമ്മിലുള്ള കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതായത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവർ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് എത്രത്തോളം ആ പ്രോഡക്റ്റ് വാങ്ങിയതിന് സാറ്റിസ്ഫൈഡ് ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഈ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ ഈസ് ഹൈ. അവിടെ കോസ്റ്റ് ഓഫ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതായത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ്, ഈ ഒരു കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രൊഡക്ട്സും സർവീസസും എത്തിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അത് കളക്ട് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ് കുറവാണ്.
പിന്നെ വരികയാണെങ്കിൽ ഇനി ഒരുപാട് ഡിഫറൻസസ് പറയുന്നുണ്ട്. ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ സെയിം മെസ്സേജ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടു ഓൾ കസ്റ്റമേഴ്സ്. അതായത് എല്ലാവർക്കും എന്താണ് ഒരേ മെസ്സേജാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കൊടുക്കുന്നത്. പക്ഷേ ഈ മാർക്കറ്റിംഗിൽ എന്തായിരിക്കും ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിനും ഡിഫറെൻറ്റ് മെസ്സേജുകളാണ് പാസ് ചെയ്യുന്നത്. അതായത് ഓരോ യൂണിക് കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് അവരുടെ മെസ്സേജസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ് ടാർഗറ്റ്. പക്ഷേ ഈ മാർക്കറ്റിംഗിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റീസൺസ് ഫോർ ഗ്രോത്ത് ഓഫ് ഈ മാർക്കറ്റിംഗ്. എന്തൊക്കെ റീസൺ ആണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർക്കറ്റിങ്ങിന് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ആക്സസ് ആൻഡ് കണക്ടിവിറ്റി ടു IT. അതായത് ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു IT ആക്സസും അതുപോലെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സാധ്യതകളും കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന് വളർച്ച, ഗ്രോത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അധികം ആളുകളും ഓൺലൈനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, IT മേഖലയ്ക്ക് ആക്സസും അതുപോലെ അതിൻ്റെ കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, എനി ടൈം എനിവേർ എനിവൺ. അതായത് ടുഡേ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആവും നമുക്ക്. പക്ഷേ ഷോപ്പുകളിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയി വാങ്ങുകയാണെങ്കിൽ എന്താണ് ഇത്ര സമയമായ ഷോപ്പുകൾ ക്ലോസ് ചെയ്യും. പക്ഷേ ഇതേ സമയത്ത് പോയാലും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ചേഞ്ചസ്. ഓർഗനൈസേഷൻ ചേഞ്ചസിനെ സംബന്ധിച്ച് അതായത് ഒരുപാട് ബിസിനസ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജൂനിയർ മാനേജ്മെൻറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് അവരുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ചേഞ്ചസും ഇവിടെ ഈ ഒരു ഓർഗനൈസേഷൻ ചേഞ്ചസും ഈ മാർക്കറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മാർക്കറ്റിങ്ങിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഡിജിറ്റൽ റിവല്യൂഷൻ ആൻഡ് കൺവേർജൻസ്. അതായത് ഡിജിറ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് പോസിബിൾ ഓൾമോസ്റ്റ് ഓൾ ഡിജിറ്റൽ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. എല്ലാ ഡിജിറ്റൽ ഡിവൈസസും ഒന്നും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന സംഭവമാണ്. അത് കാരണം ഈ മാർക്കറ്റിങ്ങിനും എന്താവുന്നുണ്ട്, കൂടുതലായിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ എന്തിലേക്കും കൂടി ചേരുന്നുണ്ട്, ഈ മാർക്കറ്റിങ്ങിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺവേർജൻസിന് വേണ്ടിയിട്ട് ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അതായത് കസ്റ്റമൈസ്ഡ് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് നൽകുന്ന കസ്റ്റമേഴ്സ്, അവർക്ക് അത്രയും ക്വാളിറ്റിയും അതുപോലെ ബെറ്റർ പെർഫോമൻസ് വേണം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ കസ്റ്റമൈസ്ഡ് വേയിലാണ് ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വാങ്ങുകയും അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് എംഫസൈസ് ഓൺ റെഡ്യൂസിങ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് പ്രോഫിറ്റ് മാർജിൻ. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റുകൾ കുറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് വരാനുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലോ കോസ്റ്റിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്റ്റ് അവയർനെസ്. ഇവിടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അവയർനെസ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് ആളുകളുടെ റിവ്യൂ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കൺസ്യൂമർ പ്രിഫറൻസ്. അതായത് നമുക്ക് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിനനുസരിച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ പർച്ചേസ് നമുക്ക് വേണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാനൊക്കെ പറ്റും. റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കസ്റ്റമറും സെല്ലറും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ.
സോഷ്യൽ മീഡിയാസിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഇമ്പോർട്ടൻസ് വളർന്നതിലൂടെ തന്നെ എന്താണ്, ആളുകളെല്ലാവരും സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാകുന്ന ആളുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അവയർനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ കൂടുതലായിട്ടും ഓൺലൈൻ പർച്ചേസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്.